കള്ള ലക്ഷണം മുഖത്തില്ലടാ. ബേബി ഗേൾ വേണോ ബേബി ബോയ് വേണോ എന്നാണ് നമുക്ക് ആഗ്രഹം എന്ന് ചോദിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് നമുക്ക് 1 month കഴിഞ്ഞപ്പോൾ മൃദുല പ്രഗ്നന്റ് ആയി. 1 month എടുത്തോളൂ. അപ്പം 1 month എടുത്തോളത് ടൈം ആയിട്ടില്ല. ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടോ? കൊച്ചിന് റിലേഷൻ ഉണ്ടോ? ഇപ്പൊ റീസെന്റ് റിലേഷൻ ഉണ്ടോ? ഹേ ഗായ്സ്, അപ്പൊ നമ്മുടെ ഒരു പുതിയൊരു Q&A വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പൊ ലാസ്റ്റ് നമ്മൾ എന്താണ് Q&A ചെയ്തെന്ന് ഓർമ്മ? 1 month ഓഫ് മാരേജ് അല്ലേ? അത് കഴിഞ്ഞിട്ടേ ഇപ്പം 4-5 മാസമേ ഉള്ളൂ നമ്മൾ വാവ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ Q&A ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 5000-ൽ പരം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കുറേ എല്ലാം കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം തുടങ്ങല്ലേ നമ്മളെ ജമ്പ് ഓൺ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്. എല്ലാ ക്വസ്റ്റ്യനും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ കൊച്ചിനും റിലേറ്റഡ് ചെയ്തിട്ടുള്ള അറിയണ്ട സംശയമുണ്ട്. അതാ അതിന്റെ അങ്ങനെ ഒളിച്ചളിയൊന്നുമില്ല. കള്ള ലക്ഷണം മുഖത്തില്ലടാ. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിലോട്ട് പോകാം കേട്ടോ. ബേബി ഗേൾ വേണോ ബേബി ബോയ് വേണോ എന്നാണ് നമുക്ക് ആഗ്രഹം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ബേബി ഗേൾ വേണോ ബേബി ബോയ് വേണോ എന്ന് വെച്ചാൽ എനിക്ക് നമ്മുടെ വീട്ടിലെ ഒന്നാമത്തെ കാര്യം പെൺതരികളില്ല അല്ലേ, നമ്മുടെ ഫാമിലിയിൽ കുറവാണ്. പക്ഷെ മൃദുലയുടെ ആണെങ്കിൽ അവർക്ക് ആൺകൊച്ചു വേണമെന്നാണ് ആഗ്രഹം. ഇന്നലെ അമ്മയുടെ ചോദിച്ചു അമ്മയ്ക്ക് ആൺകൊച്ചു വേണോ പെൺകൊച്ചു വേണോ, ഏതായാലും മതി. പക്ഷെ ഇപ്പൊ ഇപ്പൊ പെണ്ണാണെങ്കിൽ ഇനി ആണ് വേണം, ഇപ്പൊ ആണാണെങ്കിൽ ഇനി പെണ്ണ് വേണം. എനിക്ക് പെൺകൊച്ചു വേണമെന്നാണ് എനിക്ക് ആഗ്രഹം. പിന്നെ എന്ത് വെച്ചാൽ ആരോഗ്യമായിട്ട് നന്നായിട്ട് പെൺകൊച്ചു വേണമെന്ന് പറയും. പക്ഷെ ഏട്ടൻ വിളിക്കുന്നത് മൊത്തവും അത് അങ്ങനെ വായി വരത്തുള്ളൂ. ചെറുക്കാന്ന് വായി നമ്മളിങ്ങനെ. പക്ഷെ എനിക്കൊരു ഡൗട്ട് ബോയ് ആണെന്നാണ്. അതെ, നിങ്ങൾക്ക് എന്താണെന്നുള്ള താഴെ കമന്റ് ചെയ്യട്ടെ. നിങ്ങളെ ഗസ് ചെയ്ത് നിങ്ങൾ കറക്റ്റാണോ നോക്കാം. വേറൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഇത് 2-3 കമന്റ്സ് ഞാൻ കണ്ടാണ്. പ്രഗ്നൻസി റിവീൽ ചെയ്തിട്ട് 2 month ആയിട്ടുള്ളൂ, ബട്ട് കുറച്ച് ഡേ മുന്നേ 5 month ആയി. നിങ്ങൾ പറച്ചിൽ കേട്ടാൻ തോന്നുന്നു. അതിന് മുമ്പേ എന്റെ പൊന്നു കഴിച്ച് നമ്മൾ ചിലപ്പോൾ ഷൂട്ട് ചെയ്യുന്ന വെച്ച് വീഡിയോ ചിലപ്പോൾ അപ്പം തന്നെ ഇടണമെന്നില്ല ഇല്ലേ. അന്നത്തെ ആ ഒരു നമ്മളെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മളെ പ്രഗ്നൻസി നമ്മൾ റിവീൽ ചെയ്തത്. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ ലേറ്റ് ആയി. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇട്ടത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യരുത്. കല്യാണം കഴിഞ്ഞ് നമുക്ക് 1 month കഴിഞ്ഞപ്പോൾ മൃദുല പ്രഗ്നന്റ് ആയി. 1 month എടുത്തോളൂ. അപ്പം 1 month എടുത്തോളത് അത് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. അത് ഡൗട്ട് ക്ലിയർ ചെയ്താണ് കേട്ടാ. അത് ഡൗട്ട് ക്ലിയർ ചെയ്താണ്. ഇത്ര ഫാസ്റ്റ് ആയോട്ടെ, എല്ലാം ടു ഫാസ്റ്റ് ആയിരുന്നല്ലോ. അതും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബേബി പ്ലാൻഡ് ആണോ അല്ല വേണം. കല്യാണത്തിന് മുമ്പേ പ്ലാൻഡ് ആയിരുന്നു. അപ്പൊ അല്ല കല്യാണത്തിന് മുമ്പ് അല്ല അങ്ങനെ എടാ അങ്ങനെ വെച്ചാലേ എന്ന് വെച്ചാൽ നമ്മൾ പറയല്ലോ, നമുക്ക് പറയല്ലോ നമുക്ക് ആ കുഞ്ഞ് ഇപ്പൊ 2 വർഷം 3 വർഷം അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. അത് തെറ്റായ ആൾക്കാരുണ്ട്. അവരെ ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നീട് മതി എന്നൊക്കെ. അതൊക്കെ നല്ല കാര്യമാണ്. എൻജോയ് അവർക്കൊക്കെ ഒരു മാതൃകയാണ് ഇവര്. നല്ലോണം എൻജോയ് ചെയ്തില്ലേ? എങ്ങോട്ടായി പോണടാ. നമുക്ക് നേരത്തെ അറിയാം, 5-6 വർഷം കൊണ്ടേ അറിയാം. ഇനി ഒരു കുഞ്ഞു വരുന്നത് നമ്മുടെ ലൈഫിൽ ഒരു തടസ്സമൊന്നുമില്ല. കുറെ പേര് ചോദിച്ചു നിങ്ങൾ ഇപ്പഴേ വേണമായിരുന്നു. ഇപ്പഴേ പറയാൻ പറ്റത്തില്ല. അത് കുഞ്ഞു വന്നതിന് ശേഷം നിങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ. എൻജോയ്മെന്റ് ആണോ അല്ലയോ എന്ന്. അത് ശരിയാ, ഇപ്പഴേ പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, എനിക്കിപ്പോ ഒരുപാട് റീൽസ് അയച്ചു തരുന്നുണ്ട് കുറെ പേര്, നമ്മളെ സബ്സ്ക്രൈബേഴ്സ്. അതായത് ഉറക്കമില്ലാതിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നൊരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് കുഞ്ഞു ഉറങ്ങാതിരിക്കുക, നമുക്കൊരു ഉറക്കമില്ലാതിരിക്കുക. കുഞ്ഞു വരുമ്പോ വേറൊരു വൈബാണ്. രസം. അതിന് വരുമ്പോ അറിയാം അതിന് എന്ത് മുതലാന്ന്, ഇനി എങ്ങനത്തെ ഗുരുത്തക്കേടൊക്കെയാണെന്ന് വരുമ്പോ അറിയാം. അപ്പൊ എന്തായാലും ആ ഒരു സമയമൊക്കെ അടിപൊളി രസമായിരിക്കും. അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇനി കുറച്ച് ഫ്യൂ മന്ത്സ് അല്ലേ. അതും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. മൃദുലയുടെ ഡെലിവറി ഡേറ്റ് എന്നാണെന്ന് November month ആണ്. 4 മാസം 3.25 മാസം. അപ്പോഴത്തേക്ക് നമ്മളെ ഫാമിലിയിലോട്ട് നമ്മളെ ഇടയിൽ ഇങ്ങനെ ഇന്ന് സംസാരിക്കാനൊന്നും പറ്റിയതിൽ വരത്തില്ല. Q&A ആ ഒരു മൊമെന്റിനൊക്കെ വേണ്ടി ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആട്ടോ ഓരോ ദിവസവും. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ചേച്ചിയെ കറന്റ് ഇപ്പൊ കാണിക്കുന്ന ഹോസ്പിറ്റൽ ഏതാണ്? നമ്മൾ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ പുല്ലൂരാണ്. പുല്ലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് അല്ലേ. നമുക്ക് നമ്മുടെ സർക്കാരിൽ വിശ്വാസമുണ്ട്. പക്ഷെ സർക്കാർ ഹോസ്പിറ്റലിൽ വിശ്വാസമില്ല. അതുകൊണ്ടാണ് അവര് വിദേശത്തോളം. സത്യമല്ലേ. പക്ഷെ എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും എല്ലാ ഫെസിലിറ്റീസും ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ പുല്ലൂർ ഹോസ്പിറ്റൽ എല്ലാം ഉണ്ട്. പുല്ലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോണ ഒരു ഫീലാണ്. അതുകൊണ്ടാണ് നമ്മളവിടെ കാണിക്കുന്നത്. എന്നാലും ഡോക്ടേഴ്സ് എല്ലാവരും നല്ല ഇതാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സന്തോഷം തോന്നിയ ഏറ്റവും നല്ലൊരു നിമിഷം. സങ്കടം തോന്നിയതാ അത് എന്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന ദിവസം ഭയങ്കര സങ്കടം. പിന്നെ സന്തോഷം വന്നത് നമ്മുടെ വെഡിങ് കുഞ്ഞായപ്പോ. ഇനി കുഞ്ഞാകുമ്പോഴായിരിക്കും അതില് എനിക്കങ്ങനെ സങ്കടമൊന്നും സങ്കടമൊന്നും ഇല്ല. അങ്ങനെ നിങ്ങളുടെ ഏജ് എത്ര?
എനിക്ക് 24. എനിക്ക് 25. എനിക്ക് 24. ഇപ്പൊ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഷോർട്സ്, അതിനകത്ത് കമന്റ് അമ്മച്ചിന്ന്, അതുകൊണ്ട് 2 സൈഡ് മുടിയൊക്കെ പിന്നെ ക്യൂട്ട്നെസ് കാണിക്കാനേ. ചേട്ടനും അനിയനും അല്ല ചേച്ചിയും അനിയനെയും പോലെ ഉണ്ട്. പിന്നെ വണ്ണം വെക്കുമ്പോ അങ്ങനെ തോന്നും. ബോഡി ഷേം ചെയ്യുന്നുള്ളൂ ഒറ്റയ്ക്ക് നോക്കിയോ കുരു വരും. ഗർഭിണിയെ കളിയാക്കല്ലേ, കുരു വരും. സത്യമായിട്ടും വരും. എനിക്ക് നല്ല വന്നതാ. ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ നൈറ്റ് പേഴ്സൺ ആണോ മോർണിംഗ് പേഴ്സൺ ആണോ? അങ്ങനെയൊന്നുമില്ല. മോർണിംഗിൽ എണീറ്റാ മോർണിംഗ് പേഴ്സൺ, എന്നാലും കുറച്ചുകൂടെ ആക്റ്റീവ് ഉച്ച കഴിഞ്ഞ് വൈകിട്ട് രാത്രിയിലൊക്കെയാ. രാവിലെ ഒരു ഉച്ചയാകുമ്പം എണീക്കും. ഇപ്പൊ രാത്രി അങ്ങനെ പോക്കില്ല. ശേഷം രാവിലെ ഉറക്കം, നൈറ്റ് ഉറക്കം. അതെ, പകല് ഫുഡ് അടി. നമ്മുടെ ജോബ് എന്തോ എന്ന് ഒരുപാട് നമ്മൾ ജോബ് എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ 4 വർഷമായി നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. യൂട്യൂബിൽ വന്നിട്ട് നമ്മളിപ്പം 2 വർഷം ആവാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ അല്ലാതെ ഈ സോഷ്യൽ മീഡിയ ഫീൽഡിൽ തന്നെയാണ്, ഇൻസ്റ്റാഗ്രാം വേറെ അതർ പ്ലാറ്റ്ഫോംസിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് സംഭവം. നമ്മുടെ ജോബ് എന്ന് പറയുന്നത് 4 വർഷമായിട്ട് ഇപ്പോൾ ഇതാണ്. ഇനി ഇത് അടിച്ചു പോകുന്നതിനൊന്ന് വേറെ അതിൽ മണിക്കൂ അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൊച്ചുവിൻ്റെ ജോബ് എന്ന് പറയുന്നത് മൃദുല. ഇനി അതെ, മൃദുല നമ്മളെ കൂടെയാണ് പാർട്ട്ണർ. അതെ, അല്ല ഇതിന്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, എഡിറ്റിംഗ് ആയിക്കോട്ടെ, നമുക്ക് വേറെ ആരുമില്ല, നമ്മൾ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നമ്മൾ രണ്ടുപേരുമാണ്. അപ്പം പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചലഞ്ച് വീഡിയോസ് ഒന്നും പഴയ പോലെ ഇല്ലാത്ത എന്നാണ്. ഇപ്പൊ അറിയാലോ, നമ്മളെപ്പോഴും ചലഞ്ച് വീഡിയോ മാക്സിമം ഇടുന്നുണ്ട്. സിറ്റുവേഷൻ അല്ല, മുറിവിന്റെ ഒരു ഇത് നമുക്ക് നമ്മളിടയ്ക്ക് ചെയ്യാറുണ്ട്. നമ്മൾ സർക്കിളിലൊക്കെ നിന്ന് മെഴുകി 24 മണിക്കൂർ മഴയൊക്കെ തന്നെ അങ്ങനെ കൊണ്ട് ഫുഡ് ചലഞ്ച് നമ്മളിപ്പോ ഡയറ്റും എവിടെ ഒരു ഇത് അങ്ങനെ എല്ലാ ഫുഡും ഒന്നും കഴിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് അതൊക്കെ ഫ്യൂച്ചറിൽ വരുന്നതാണ് സുഹൃത്തുക്കളെ. ഇപ്പം മൃദുലയ്ക്ക് ഫ്രൈഡ് ചിക്കനോ പെപ്സി അങ്ങനത്തെ ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. നമ്മൾ വാങ്ങുമ്പോൾ പിന്നെ അവളെ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അവളെ ഇരുത്തിക്കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ കൊതി വിട്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് ചുമ്മാ റിസ്ക് എടുക്കുന്നത്. അതുകൊണ്ടാണ് എവൾക്കാണെങ്കിൽ ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞ ഈത്തോ ഇവിടുന്ന് വലിക്കും. അതുകൊണ്ട് ആദ്യത്തെ 3 മാസം മണത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ മണം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഫുഡ് അടിയാ. വാട്ട് ഈസ് ഇൻസ്പയർഡ് യു സ്റ്റാർട്ട് യുവർ യൂട്യൂബ് ചാനൽ? അങ്ങനെ ഒരു ഇൻസ്പിറേഷനും ഇല്ലായിരുന്നു. ഇപ്പം വീഡിയോ എടുക്കാൻ വരാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി വീഡിയോ എടുത്ത്. നമ്മൾ കുഞ്ഞ് സെറ്റപ്പ് ചെയ്യുന്ന, ഇപ്പം വലിയ സെറ്റപ്പ് ഒന്നല്ല, ഇപ്പോഴും ഒരു സെറ്റപ്പും ഇല്ല. അന്നും സെറ്റപ്പിൽ എപ്പോഴും അങ്ങനെ ഭയങ്കര സെറ്റപ്പായിട്ടൊന്നുമില്ല നമുക്ക്. അതെ എന്തോ ഇങ്ങനെ സ്റ്റുഡിയോ വേറെ ഒന്നുമില്ല. ഒരു ലൈറ്റ് ഉണ്ട്, ഫോണുണ്ട്, ലാപ്പുണ്ട്. അതെ, ഇതന്നെയാണ് എഡിറ്റിംഗ് ടൂള്. മൃദുല ആഫ്റ്റർ പ്രഗ്നൻസി ഉണ്ടായ വിശപ്പൊക്കെ എന്തൊക്കെയാണ്? ക്രാവിംഗ് എന്റെ പൊന്നു എല്ലാം തിന്നു. അയ്യോ തീറ്റി കഴിക്കണം ഗൈസ്. ഈ സമയത്തല്ലേ കഴിക്കാനുള്ളത്. നല്ല ഫുഡ് കഴിക്കും, നല്ല ഫുഡ് കഴിക്കും. ഞാൻ കണ്ണുവിടാതിരിക്കട്ടെ, നല്ല കഴിക്കും കേട്ടോ. അടുത്ത ബേബി പ്ലാൻ ഉണ്ട്. ബേബി പ്ലാൻ ഉണ്ടാകുന്ന എടാ ഒരെണ്ണ ലോഡാ. അതിന്റെ കൂടെ 4 നിബിളും കുപ്പി ഇവിടെ മര്യാദ ഇതില് ആദ്യം ഇതൊന്ന് വരട്ടെ. എത്ര കുട്ടികൾ വേണമെന്ന് ആഗ്രഹം അങ്ങനൊന്നുമില്ല, ദൈവം തരുമല്ലേ. അപ്പൊ ദൈവത്തിന് മാത്രം തലയിലും കിടുവല്ലേ എല്ലാരും ഇപ്പൊ അതാ പറയുന്നത്, ദൈവം തരുന്നില്ല, ദൈവം തീരുമാനിക്കുന്നില്ല. മേടിച്ച് കെട്ടാ. ബ്ലൂം എന്ന വാക്ക് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയത്? ബ്ലൂമിനല്ലേ? അത് ചുമ്മാ അങ്ങ് വെറുതെ ഞാനാന്ന് തോന്നുന്നു. എവനാന്ന് പറഞ്ഞു ചുമ്മാ. ഈ ബെസ്റ്റി ഉണ്ടോ? എടാ ബെസ്റ്റി, ഇതങ്ങ് ബെസ്റ്റി ഇപ്പൊ തരംഗമാണല്ലേ. ബെസ്റ്റി ഉണ്ടോന്ന് ഓഴിത്തരത്തിന് അവിഹിതത്തിനൊക്കെ ഇപ്പൊ ഒരു പുതിയ പേരാ ബെസ്റ്റി. ഈ ലവർ ഉണ്ടെങ്കിൽ എന്തിനാണ് ബെസ്റ്റി? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അവരുടെ തന്നെ എല്ലാം ഷെയർ ചെയ്താ പോരെ. നിങ്ങളുടെ ഫ്യൂച്ചർ ട്രാവൽ പ്ലാൻ എന്താ? എങ്ങോട്ടെങ്കിലും ദൂരെ യാത്ര പോകാൻ ഇഷ്ടമുണ്ടോ? ഓസ്ട്രേലിയ. നമുക്കൊരു ഇതടിക്കണ്ടേ, ഇന്റർനാഷണൽ ട്രിപ്പ് അടിക്കണ്ടേ? അതടിക്കണം. നമ്മൾ ഇന്നുവരെ പോയിട്ടില്ല ഇന്ത്യക്ക് വെളിയിൽ. പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 2 പേർക്കും പാസ്പോർട്ട് കിട്ടിയല്ലേ. ഞാനും പാസ്പോർട്ട് എടുത്തിട്ട് ഇന്നേ വരെ അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഒരു വട്ടമെങ്കിലും ഇന്റർനാഷണൽ ട്രിപ്പ് എവിടെയെങ്കിലും പോകണം ഒരു ആഗ്രഹമുണ്ട്. ബാങ്കോക്ക്, തായ്ലാൻഡ്. എനിക്ക് കല്യാണത്തിന് മുമ്പ് നിന്റെ അടുത്തുള്ള സ്നേഹം ഇപ്പൊ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ആന്തരി സ്നേഹം രണ്ടാ. എല്ലാ കാര്യങ്ങളും കെയർ ചെയ്ത് അത് പിന്നെ അടുത്തുള്ളപ്പോ എന്തെന്നാ വിളിക്കുന്നത്? അടുത്തിരിക്കുകയാണ് എന്തിനാ ഫോണിൽ വിളിക്കണം? ബിഫോർ പ്രഗ്നൻസി ആഫ്റ്റർ പ്രഗ്നൻസി വന്ന മാറ്റങ്ങൾ. വയറ് വലുതായി, വണ്ണം വെച്ച് വെയിറ്റ് കൂടി, വിശപ്പ് കൂടി. എടി നിനക്ക് മെന്റലി ഫിസിക്കലി ഉണ്ടായ മാറ്റം വട്ടായിട്ടിരിക്കുന്ന മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നുള്ളു, വട്ടൊന്നും ഇല്ല കേട്ടോ. ഒരു ചിന്ത എപ്പോഴും എന്റെ മനസ്സിലുണ്ട്, ഞാൻ ഇനി ഒരു ഗേൾ അല്ല, ഒരു ഗേൾ അല്ലേ, അപ്പൊ ബോയ് ആയി.
അയ്യോ പ്രഗ്നന്റ് ആയി ഇങ്ങനെയും ചെയ്യിച്ചാകും ആൾക്കാർ. മദർ ഇനി ഒരു മോമാണ് അടുത്ത സ്റ്റേജിലോട്ട് പോയി എന്നുള്ളൊരു തോന്നലേ. ആ പിന്നെ പേരന്റ് എന്ന് പറയുന്ന അടുത്തൊരു സ്റ്റേജ് അല്ലേ. അവള് കുറച്ച് ഉദ്ദേശിച്ചത് കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയി, ജീവിതത്തെ പറ്റി കുറച്ചും കൂടെ ഒരു ജ്ഞാനമൊക്കെ വന്നു എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി അതിനെ വളർത്തണം, സ്കൂളിൽ വിടണം, ഇനി അതിന്റെ കാര്യം നോക്കണം. ഞാൻ ഇനി അല്ലെങ്കിൽ കൊച്ചായിട്ട് കരുതിയിട്ടില്ല. ഞാനിനി ഇത്ര മുത് കണ്ടാണൊക്കെ വളർന്നിട്ട് നീ കൊച്ചാ. എന്റെ അടുത്ത് ചോദ്യം ചോദിക്കണം. എന്റെ അടുത്ത് നീ പറ എന്തിരി മൃദുലേക്ക് നേരത്തെ ഇപ്പോഴുള്ള മാറ്റങ്ങൾ നിനക്ക് ഫീൽ ചെയ്യും? ഞാൻ പറഞ്ഞില്ലേ വയറ് വലുതായി, അതെല്ലാം ചേഞ്ച് ഫിസിക്കലി. അങ്ങനല്ല എന്റെ സ്വഭാവത്തിലൊക്കെ. സ്വഭാവത്തില് സംസാരമൊക്കെ പണ്ട് നേരത്തെ ഭയങ്കര എനർജി ആയിരുന്നു, സംസാരത്തിലൊക്കെ ഇച്ചിരി സൈലന്റ് ആയിട്ടുണ്ട് കുറെയൊക്കെ. വാട്ട് ഈസ് യുവർ മോസ്റ്റ് വാല്യുബിൾ ഗിഫ്റ്റ് ആഫ്റ്റർ യു വെയർ ബീൻ സക്സസ് ഇൻ യൂട്യൂബ്? ഗിഫ്റ്റ് നിങ്ങളാണ് നമ്മുടെ ഗിഫ്റ്റ് ഗൈസ്. ലവ് യു. ഗോൾഡൻ പ്ലേ ബട്ടൺ, അതൊരു ഭയങ്കര ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു. ഇതിൽ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അത് കിട്ടിയപ്പോൾ. മൈൽ സ്റ്റോൺ ഞാൻ പറഞ്ഞില്ലേ, പ്രവീണ് ഇംപ്രൂവ് ആയി ഇംഗ്ലീഷിലൊക്കെ. നെടുങ്കുറ്റി പ്രവീൺ ചേട്ടാ കൊച്ചു ചേട്ടനെ കെട്ടിക്കണ്ടേ നമുക്ക്? ഏട്ടൻ മാത്രം ഇങ്ങനെ സിംഗിൾ ആയിട്ട് നടക്കുമ്പോ ദഹിക്കുന്നില്ല. അവന് ഇത് ആരാ പറഞ്ഞ അവന്റെ പേരില്ല വിഷമം. അവന് വിഷമമുണ്ടെന്ന് വെച്ചാൽ അവന് നല്ല വിഷമമുണ്ട്. ഇത് അവന് വിഷമമുള്ള കാര്യമോ? നിങ്ങൾ ആര് പറഞ്ഞു? നിങ്ങൾ വിചാരിക്കുന്നത് ഈ സിംഗിൾ എന്ന് പറയുന്ന മോഹന്മാർക്കെല്ലാം മനസ്സിൽ എത്ര ഒരു സങ്കടം കാണും? അങ്ങനെ സങ്കടമൊന്നുമില്ല. എന്തിന് സങ്കടം? അത് എന്റെ ചോദിക്കുമ്പോ ഞാൻ ചുമ്മാ കോമഡി ആയിട്ട് പറയുന്നില്ലേ, എനിക്ക് അങ്ങനെ വിഷമൊന്നുമില്ല. ഇന്ന് രാവിലെ ഇൻസ്പിറേഷൻ എടുത്തോണ്ട് ഇതിന് സിംഗിൾ ആയി നടക്കുന്നത് നിങ്ങൾ വിചാരിക്കും എന്തോ വേറെ ആരും കിട്ടാഞ്ഞിട്ടാണെന്ന്. പക്ഷെ റോഡിൽ ഒരുപാട് വണ്ടികൾ പോകാറില്ലേ? പക്ഷെ സിംഗിൾസ് എന്ന് അത് പറയുന്നത്. ഞാൻ റോൾസ് റോയ്സ് ആണ്. നമ്മളൊക്കെ ഞാനോ ഇല്ലേ സിംഗിൾസ് ആയിട്ട് അങ്ങനെ എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും. എടാ ഇതെന്താ സിംഗിൾസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ? ഒരു അല്ല അത് പെണ്ണില്ലെന്ന് വെച്ച് മരിച്ചൊന്നും പോലും സമയമുണ്ട്. അതൊക്കെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നടക്കാനുള്ളതാണ്. അതൊക്കെ കുറെ നാളായി ഈ അൺഎക്സ്പെക്ടഡ് ഇപ്പൊ പറയാൻ തുടങ്ങിയത്. തിയേറ്ററിൽ പോയിരിക്കുമ്പോഴത്തേക്ക് ഇവൻ പറയും, എടാ നിന്റെ അപ്പുറത്ത് കണ്ട ഒരു സീറ്റ് ഒഴിവുണ്ട്, അവിടെ നല്ല സൂപ്പർ ഇപ്പൊ വന്നിരിക്കും, കെട്ട കളവരൊക്കെ വന്നിരിക്കും, അപ്പുറത്തുമില്ല. അവിടെ നിന്ന് അണ്ട പോപ്കോൺ തീറ്റൊക്കെ ഇങ്ങനെ എന്റെ അപ്പുറത്ത്. ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിലെ Q&A പറഞ്ഞു അൺഎക്സ്പെക്ടഡ് ആണ്. ഇതിന്റെ അൺഎക്സ്പെക്ടഡ് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു ഇത്. ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടോ? കൊച്ചിന് റിലേഷൻ ഉണ്ടോ? ഇപ്പൊ റീസെന്റ് റിലേഷൻ ഉണ്ടോ? അങ്ങനെ പറയുന്നുണ്ട്. കൊച്ചിന് റിലേഷൻ ഇതുവരെയായിട്ടും റിലേഷൻ കാര്യങ്ങളൊന്നും ഇല്ല, ശ്രമിക്കുന്നുണ്ട്. അവന്റെ ഒരു ഇഷ്ടത്തിൽ അങ്ങനെ ആ ഒരു വൈബിനുള്ള ഒരാൾ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഗൈസ് അതെ കാണുമായിരിക്കും, കണ്ടുമുട്ടുമായിരിക്കും. എന്നെങ്കിലും വെയിറ്റ് ചെയ്യാം. അതെ വെയിറ്റിംഗ് ചെയ്യാം. ഈ അതിനുള്ള പ്രായം 26 വയസ്സായിട്ടുള്ളൂ. പക്ഷെ അതൊന്നും അല്ലല്ലോ നിന്റെ ഈ ഇത് ആക്ഷൻ സംസാരം ഒന്നും 27 വയസ്സ് എന്നൊക്കെ പറയുമ്പോ ചിരി വരും. എന്താന്ന് എനിക്കറിയില്ല. ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര ഇതായിട്ട് എന്തൊരു സത്യം ഇട്ടോളൂ. ഇങ്ങനെ ഇരുന്ന് പറയുന്നെങ്കിലും കൊച്ചു ഭയങ്കര ചമ്മലുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് ഇങ്ങനെ ഇരുന്ന് തൊലിയടിക്കാനേ അറിയത്തുള്ളൂ. എനിക്കല്ലാതെ പണ്ട് പ്രവീൺ ചേട്ടൻ ലവർ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ തമ്മിൽ ആ സമയത്ത് റിലേഷൻ അങ്ങനെ വിചാരിക്കും. അതുപോലല്ല കേട്ടോ, ഇങ്ങനല്ല. സത്യമായിട്ട് അതെന്താ ഒരുമാതിരി വെറും ഇല്ലാത്തൊരു അതുപോലല്ല ഇല്ലെന്ന് ആൾക്കാർ വിചാരിക്കും നമ്മൾ പറയാത്തതാണ്. അത് മാരേജ് കള്ളം പറഞ്ഞെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞ ഞാൻ എത്ര ആളുകൊണ്ട് പറയുന്നു. അല്ല ഗൈസ്, ഞാൻ സീരിയസ് ആയിട്ട് എനിക്ക് എന്നെ ബോർ അടിക്കട്ടെ ഇത് പറഞ്ഞു. ഇനി ഗൈസ് ഇനി അടുത്ത Q&A നിങ്ങൾ ചോദിക്കല്ലേ? ഇല്ല കേട്ടല്ലേ? ഇനി പറയില്ലേ ചോദിക്കില്ലേ? ഇടയ്ക്കിടയ്ക്ക് ഒരു മനുഷ്യനെ വിഷമിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്നെങ്കിൽ വിഷമിപ്പിക്കും. അല്ല അതല്ല, അങ്ങനല്ല വിഷമം. അടുത്ത ക്വസ്റ്റ്യൻ. നോട്ട് എ നെഗറ്റീവ്, കാണുമ്പോൾ തോന്നിയതാണ്. മൃദുല വീഡിയോ എടുക്കുമ്പോൾ നല്ല ആക്റ്റീവാണ്, എക്സ്പെക്ടിങ് ഡാൻസ് വീഡിയോ ഒക്കെ, ബട്ട് വീട്ടിലൊരു പണിയും ചെയ്യുന്നില്ലല്ലോ, വൈ? കഴപ്പ്. അല്ല ഒരു മിനിറ്റ്, വീഡിയോ എടുക്കുമ്പോഴൊക്കെ ആക്റ്റീവാണ്, വീട്ടിലൊരു പണി നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ വീട്ടിലെ പണി എനിക്ക് ഭയങ്കര ദേഷ്യമാണ് പറയുന്നത്. സീരിയസ് ആയി നമുക്ക് അതല്ല, വീഡിയോ എടുക്കുമ്പോ ആക്റ്റീവാണ്, അല്ലാതെ പണിയെടുക്കും. അതെങ്ങനെ അവര് പറയുന്നത്? ഗൈസ് മുറു വീട്ടില് അത്യാവശ്യം പണിയൊക്കെ എടുക്കാം. ആദ്യം രാവിലെ
പിന്നെ കാപ്പിയൊക്കെ ഉണ്ടാക്കി തരും. ഇന്നലെ ഇപ്പൊ കറിയൊക്കെ ഉണ്ടാക്കും. അല്ല ആദ്യം സാമ്പാറുണ്ടാക്കും സൂപ്പറായിട്ട്. ഇപ്പൊ ആദ്യം ഒന്നും അങ്ങനെ അറിയത്തില്ലായിരുന്നു. ഇപ്പൊ നല്ലോണം ഫുഡൊക്കെ വെക്കും, മീൻകറി വെക്കും. പക്ഷെ എല്ലാത്തിനും നമ്മൾ ടൈം കൊടുക്കണം കഴിച്ചു. നമ്മളൊരു പുതിയ വീട്ടിലോട്ട് വരുമ്പോൾ കുട്ടിയല്ലേ കൊമ്പൊക്കെ അവള് പഠിക്കുന്ന ടൈമിൽ അവള് ഇപ്പൊ എല്ലാരും മിക്ക ആൾക്കാർക്കും കുക്കിംഗ് ഒന്നും അറിയത്തില്ലായിരിക്കും. ഇപ്പൊ ഞാൻ തന്നെ പെട്ടെന്നല്ലോ അതെ എല്ലാരും അങ്ങനെ ഞാൻ തന്നെ കെട്ടിക്കഴിഞ്ഞില്ലേ കുക്കിംഗ് പഠിച്ചില്ലേ. അതുപോലെ ഓരോ സാഹചര്യമാണ് നമ്മളെ ഇങ്ങനെ ആക്കി എടുക്കുന്നത്. ഏത് പട്ടിബൊമ്മ ലൈഫില് നമുക്കിനി നേടിയെടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം ആണെങ്കിൽ ബിരിയാണി തിന്നണം. മറ്റേ കല്യാണം ബീഫ് മൃദുലൊക്കെ മട്ടൻ ബിരിയാണി വേണോ അച്ചീവ് ചെയ്യണമെന്ന് തോന്നുന്ന ഒരു കാര്യമോ? വെയിറ്റ് ഇനി കൂട്ടണം. ഞാൻ ആലോചിക്കട്ടെ, എനിക്ക് അങ്ങനെ ഒരു ലക്ഷ്യം എനിക്കുണ്ട്. ഒരു മിനിറ്റ് എന്തൊരു ആലോചിക്കട്ടെ. എനിക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ബിസിനസ് അങ്ങനെയൊക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് ടൈം വേണമല്ലോ. അപ്പൊ എന്തായാലും ഉറപ്പായിട്ടും ഈ വീഡിയോ ഇടുന്നൊരു ലാഗും കാര്യങ്ങളൊക്കെ ചിലപ്പം ഈ ഒരു ഫ്ലോയിൽ പോകണമെന്നില്ല. അതുകൊണ്ട് കുറച്ച് ആൾക്കാരെ ആവശ്യമാണ് നമുക്ക് ഹെൽപ്പിങ്ങിന് വേണ്ടിയിട്ട്. നമ്മൾ അങ്ങനെയുള്ള കുറച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വലിയ ലക്ഷ്യമൊന്നുമില്ല. ടീച്ചർമാർ ചോദിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പേരങ്ങ് പറയും. എനിക്ക് ചിലപ്പോൾ പട്ടാളമായിരിക്കും, ചിലപ്പോൾ പോലീസ് ആയിരിക്കും. ടീച്ചർ ആയാലും അതിന് സ്കൂളിൽ പോണം. ടീച്ചർ ഇവിടെ ഇരുന്ന് അടിച്ച ടീച്ചർ ആവൂല. ടീച്ചർ സ്കൂളിൽ പോണം. ടീച്ചർ ട്രെയിനില്ല. അയ്യേ പട്ടീച്ചോ 2 ദിവസം അങ്ങനെ ക്ലാസ്സിന് പോയതാ. എന്റെ ഷോ കണ്ടില്ലേ? 40 ദിവസം പോയി. 40 ദിവസം. അച്ഛന്റെ ജോലി കുറെ JCB. അച്ഛൻ JCB ഓപ്പറേറ്റർ ആണ്. JCB ഉണ്ട്. അച്ഛൻ രാവിലെ പോകും, മണ്ണിടിക്കും, വൈകിട്ട് വരും, ഹാപ്പി. നമ്മുടെ ലൈഫിൽ ഒരു ഫസ്റ്റ് അച്ചീവ്മെന്റ് എന്തായിരുന്നു? നമുക്ക് ഓരോരുത്തർക്കും ഒരു അച്ചീവ്മെന്റ് ഉണ്ടല്ലോ. മൃദുലയുടെ ഫസ്റ്റ് അച്ചീവ്മെന്റ് എന്തായിരുന്നു? നിനക്കൊരു ലൈഫിൽ ഞാൻ അടിപൊളിയായി നേടി എന്നുള്ള ഒരു നിമിഷം അച്ചീവ്മെന്റ്? എന്തിനു പറഞ്ഞാലും വെട്ടി. കല്യാണം കഴിച്ചതാണ് പുള്ളിയുടെ ഏറ്റവും വലിയൊരു സംഭവം. ലൈഫിൽ നടന്ന ഏറ്റവും വലിയ അച്ചീവ്മെന്റ് കല്യാണം. അതിന് പിന്നെ പിടിച്ചു വലിച്ചു കിട്ടി തലയിലായാണ് അതിന്റെ. ഇതെന്തിന്? ഇത് നമുക്കറിയാത്ത എന്തോ ഒരു കഥ ഉണ്ട് കേട്ടോ. അത് അല്ല പ്രേമിക്കുന്ന കുറെ സ്ട്രഗിൾ എടുക്കുമല്ലോ. എന്തിനാ സ്ട്രഗിൾ? കുട്ടിയുടെ മനസ്സ് തുറക്കട്ടെ, പറ. ആദ്യം ഫാമിലിയില് സമ്മതമല്ലായിരുന്നു, ഇഷ്ടമല്ലായിരുന്നു. അടി കൊണ്ടിട്ട് ഫോണൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്, കുട്ടീനെ പട്ടിണി എടുത്തിട്ടുണ്ട്. അത് പഠിക്കാനൊന്നും അത്രയൊന്നും സ്ട്രഗിൾ ഒന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല. റിലേഷൻഷിപ്പ് സക്സസ് ആവാനുള്ള സ്ട്രഗിൾ അതാണ് എടുത്തത്. അപ്പൊ അടുത്ത കൊച്ചു രാവിലെ എനിക്ക് ഈ അച്ചീവ്മെന്റ് ഈ എന്റെ ഇൻസ്പിറേഷൻ ഒരു അച്ചീവ്മെന്റ് നിന്റെ ലൈഫിൽ ഒരു വിജയം എന്ന് പറയുന്ന സംഭവം ഇല്ലേ? ഞാൻ നേടിയെന്ന് തോന്നിയതോ? ഞാൻ ഇങ്ങനെ പൈസ കൂട്ടി വെച്ച് ഞാൻ ഒരു 30 മേടിച്ചു. ഫസ്റ്റ് ഫോണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഞാൻ മേടിച്ചൊരു ഫോണ് 30. അതൊരു അച്ചീവ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ കാറ് മേടിച്ചത് നമ്മൾ രണ്ടുപേരോട്, അത് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഓരോ സാധനങ്ങൾ. ഞാൻ അങ്ങനെയാണ്, നമുക്ക് സെൽഫ് ഗിഫ്റ്റ് ചെയ്യുക നമുക്ക് ഓരോ സാധനങ്ങൾ. അതല്ല, നമ്മൾ ഒരു സമയത്ത് നമുക്ക് കുറച്ച് സ്ട്രഗിൾ ഒക്കെ നമ്മൾ അനുഭവിക്കണം. അന്നേരം നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വരുമ്പോൾ നമ്മളത് മാനേജ് ചെയ്യാനും പഠിക്കത്തുള്ളൂ. എന്റെ കുഞ്ഞിനെ ഞാൻ ഒരു കഷ്ടപ്പാടും ഇല്ലാതെ വളർത്തിയിരുന്നു. പക്ഷെ അല്ല, കഷ്ടപ്പെടുത്തി വേണം വളർത്താൻ. കഷ്ടപ്പാട് അറിയിക്കുന്ന കാര്യങ്ങളൊന്നും അപ്പോഴേ അങ്ങ് മേടിച്ചു കൊടുക്കരുത്. എന്റെ അച്ഛനും നമ്മളച്ഛനും അങ്ങനെയായിരുന്നു. ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ വാങ്ങിച്ചും തരത്തില്ലായിരുന്നു. കുറച്ച് കഷ്ടപ്പെട്ടൊക്കെ വാങ്ങിച്ചു തരത്തുള്ളൂ. അപ്പൊ നമുക്ക് അതിന്റെ സ്ട്രഗിൾ അറിയാം. ഇപ്പൊ നമുക്ക് അച്ഛൻ തന്നെ ഒരു ക്യാമറ വാങ്ങിച്ചു തന്നു, അത് EMI ആയിട്ടാണ്. പിന്നെ നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ട് നമുക്കും അറിയാം. നമ്മൾ അങ്ങനെ എല്ലാ കാര്യം ചെന്ന് ആവശ്യപ്പെടാനൊന്നും ചെല്ലത്തില്ല. എനിക്ക് തോന്നുന്നു ഞാനും കൊച്ചുമൊക്കെ എൻ്റെ ഒരു 21 വയസ്സായപ്പോൾ തൊട്ട് തന്നെ വീട്ടിൽ പൈസ ചോദിക്കുന്നതൊക്കെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മയാണ്. ഞാൻ എൻ്റെ ഡിഗ്രി കാലഘട്ടം പഠിച്ച് ഇറങ്ങുന്ന കാലഘട്ടം വരെ ഞാൻ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് പൈസ ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഏവിയേഷന് പഠിച്ചു. അതും കൂടി കഴിഞ്ഞപ്പം എനിക്കൊരു 21 വയസ്സായി. അതിനുശേഷം ഞാൻ പിന്നെ വീട്ടിലൊന്നും പൈസ അങ്ങനെ ആവശ്യപ്പെട്ടില്ല. എൻ്റെ ആയിട്ടുള്ള സൈഡ് ഇപ്പം ഞാനും പാർട്ട് ടൈം കോളേജ് പഠിക്കുന്ന ടൈം തന്നെ ഹോട്ടലിലൊക്കെ പാർട്ട് ടൈം ജോബിനൊക്കെ പോകുമായിരുന്നു. അതൊക്കെ ഒരു കൂടി നമ്മളൊക്കെ ഫോണൊക്കെ വാങ്ങിച്ചോർമ്മ വേണ്ട. പിന്നെ അച്ഛൻ്റെ കൂടെ തന്നെ നമ്മൾ ജോലിക്ക് പോകുമായിരുന്നു ഇല്ലേ? അപ്പൊ അച്ഛൻ അമ്മക്ക് അതിൽ നിന്നൊക്കെ ഒരു ഇൻകം തരുമായിരുന്നു. അപ്പൊ നമ്മളതായിട്ടുള്ള പിന്നെ ഇതിന് നമ്മൾ തന്നെ ഒരു ഇൻകം കണ്ടെത്തുമായിരുന്നു. അപ്പൊ നിങ്ങളും അങ്ങനെ ആയിരിക്കണം എന്നാണ് ഞാനും പറയുന്നത്. നീയാണ് എന്റെ അച്ചീവ്മെന്റ്, നീ ഇനി പുറത്തുവാ. ഇതൊക്കെ തന്നെയാണ് കേസ്. അല്ല ഇതല്ല, ഇത് മാത്രമല്ല, ഇത് എന്റെ ഒരു അച്ചീവ്മെന്റ് ആണ്. സന്തോഷം. എന്താടാ ഇത് അച്ചീവ്മെന്റ് ആണ്, അവന്റെ അച്ചീവ്മെന്റ് ആണ്. പിന്നെ നമ്മള് വന്നിട്ടുള്ള ഒരു
60% ക്വസ്റ്റ്യനും കൊച്ചുവിൻ്റെ പറ്റിയിട്ടുള്ളതാണ്. കൊച്ചുവിൻ്റെ മാരേജിൻ്റെയും അവൻ്റെ റിലേഷൻ ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വന്നിട്ടുള്ളത്. പിന്നെ മൃദുലയുടെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ എല്ലാത്തിനും കവർ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തു കേട്ടോ. അപ്പം കൊച്ചുവിൻ്റെ റിലേഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഇനി എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് അവന് ആ ഒരു പറഞ്ഞ കണക്ക് ക്വാളിറ്റീസ് ഉള്ള അവന് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി അവൻ്റെ ലൈഫിൽ വരുമ്പം അത് അവൻ നമ്മുടെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫാമിലിയായിട്ട് അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ചെയ്യും. അത് നമ്മൾ ഓരോ സ്റ്റേജായിട്ട് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ എത്തിക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ എന്തായാലും ഇപ്പം കറണ്ട്ലി ഒന്നുമില്ല. ഞാനും മൃദുലയും നേരത്തെ പണ്ട് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇല്ല എന്ന് പറഞ്ഞില്ലേ. മീൻസ് എനിക്ക് റിലേഷൻ ഇല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ മൃദുലയുടെ കാര്യം പറഞ്ഞില്ല. അപ്പോൾ അത് അന്ന് നമ്മൾ വീട്ടുകാരുടെ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റാഞ്ഞത്. പക്ഷെ അങ്ങനത്തെ സംഭവമൊന്നുമല്ല. ഇത് പ്യൂർലി അങ്ങനെ ഒന്നുമില്ല. എന്താ ഞാൻ ക്ലിയർ ചെയ്തൊന്നും കൂടി ആൾക്കാർക്ക് ശരി. അപ്പം എന്തൊരു തടവുന്ന അപ്പൊ ഓക്കെ. അപ്പൊ നമ്മളെല്ലാ ക്വസ്റ്റ്യനും കവർ ചെയ്തു. നിനക്ക് എന്തെങ്കിലും പറയണ്ടോ? മൃദുലേക്ക് എന്തെങ്കിലും പറയണ്ടോ? മൃദുലേക്ക് 6 മാസമായി. ഇനി അടുത്തൊരു സ്കാനിങ് വരാൻ പോവുകയാണ്. ഇനി കൊച്ചായിട്ട് ഞങ്ങളൊരു ക്യൂൻ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ നടുക്കിരുത്തിക്കൊണ്ട് പൊളി സാധനം വരുന്നുണ്ട്. അപ്പൊ അത്രയുള്ള ഗായ്സ്. അപ്പൊ ഹോപ്പ് ഗായ്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിലുള്ള കാണുന്നവരെ ബൈ.